കേണൽ എസ് ഡിന്നി കൂടി നമ്മോടൊപ്പം. ശ്രീ ഡിന്നി, താങ്കളുടെ കൊല്ലത്ത് നിന്ന് ബി ജെ പിക്ക് ഒരു അംഗത്തെ നിയമസഭയിലേക്ക് കിട്ടി എന്നുള്ളത് ശരിയാണ്. പക്ഷേ പൊളിറ്റിക്കലി ഉദ്ദേശിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞോ? നമ്മളെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞത്, അതിന് പലരും പല രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരുന്നെങ്കിലും ഒരു കാര്യത്തിൽ യാതൊരു ഞങ്ങൾക്ക് വ്യത്യാസം അല്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷൻ ഇല്ലാത്തത്, ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന NDA ഒരു ഡിസൈസീവ് ഫോഴ്സ്, ഒരു ശക്തമായിട്ടുള്ള ഒരു റോളിലേക്ക് വരും. അത് ഞങ്ങൾ നേടിയിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഒരു സീറ്റ് പോലും ഇല്ല, പൂട്ടും താക്കോലും ഒക്കെ ആയിട്ട് നടക്കുന്ന, ഇരട്ടപ്പൂട്ടുമായിട്ടൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവിടെ ഞങ്ങൾക്ക് 3 സീറ്റ് കിട്ടി. പ്രത്യേകിച്ച് കൊല്ലം പോലുള്ള ഒരു മണ്ഡലം, കൊല്ലം ഏകാലത്തും ഇടതുപക്ഷം മാത്രം എന്നുള്ള രീതിയിലേക്ക് ചുമപ്പ് കോട്ട എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു MLA കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നേടാൻ സാധിച്ചു എന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. അതായത് 3 സീറ്റ് കിട്ടി. 3 സീറ്റ് എന്ന് പറഞ്ഞാൽ അത് നിയമസഭയിൽ 3 MLA-മാർ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള റോളിൽ അവിടെ ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ പഴയ കാലത്തുള്ള ഈ ഒരു മുന്നണി ഒന്നീ LDF അല്ലെങ്കിൽ UDF എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു. അപ്പം ഇനിയിപ്പോ LDF-ന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കണ്ടു. LDF-ന്റെ സ്ഥിതി വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതിനകത്ത് ശ്രീ അഭിലാഷ്, എനിക്ക് ഏറ്റവും അതിശയം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, തോൽവികൾ നടക്കാറുണ്ട്. രാഷ്ട്രീയ തോൽവികളൊക്കെ സാധാരണയാണ്, എല്ലാ പാർട്ടിക്കും തോൽവികൾ വരാറുണ്ട്. പക്ഷെ തോറ്റ് കഴിഞ്ഞിട്ട് പോലും അവർക്ക് തോൽവി സമ്മതിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കൂ, ഈ തോൽവി എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ ധാരാളം എനിക്ക് തോന്നുന്നു ഇതുവരെയൊക്കെ ഉള്ള അനാലിസിസ് ഓൾറെഡി കഴിഞ്ഞു. അത് ശ്രീ പിണറായി വിജയന്റെ അഹങ്കാരം തൊട്ട് അവരുടെ അഴിമതി തൊട്ട് പല പല കാരണങ്ങളുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ ഇപ്പോഴും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഒരാൾ പോലും ശരി ഞങ്ങൾക്ക് തെറ്റ് പറ്റി, അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങളുടെ എന്താണോ അത് ഞങ്ങൾ മാനിക്കും, അങ്ങനല്ല പറയുന്നത്. MM മണി എന്താണ് പച്ചയ്ക്ക് പറഞ്ഞ ഞങ്ങൾക്ക് ഇവിടെ നന്ദിയില്ലാത്ത വർഗം എന്നുള്ളത്, ഇന്ന് M സ്വരാജ് അത് താത്വികമായിട്ട് അവലോകനം ചെയ്ത് അദ്ദേഹം എന്താ പറഞ്ഞത്, അനർഹമായിട്ടുള്ള പരാജയം, ലാഘവത്തോടെ കണ്ടു, ഉദാസീനത, ഇതൊക്കെയാണ് ജനങ്ങളെ കുറിച്ച് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇടതുപക്ഷം, ഈ ചിന്തയുള്ള ഒരു ഇടതുപക്ഷം, ഇനി വരുന്ന ആളുകൾ വീണ്ടും ഈ പ്രബുദ്ധ കേരള ആളുകൾ അവരെ കൊണ്ടുവരുമോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് BJP NDA ഇനി ഒരു ഫോഴ്സ് ആണ്. അതിനി എത്ര ആര് പറഞ്ഞാലും, നേരത്തെ ഡോക്ടർ ജിൻഡോ ജോൺ ക്രിസ്ത്യൻസിനെ കുറിച്ച് പറഞ്ഞു, ബഹുമാനപ്പെട്ട ഡോക്ടർ ജിൻഡോ ജോണിനെ എനിക്ക് പറയാനുള്ള, ഇന്ന് ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA ഉള്ള പാർട്ടി BJP ആണ്. അതുകൊണ്ട് നിങ്ങൾ ഇലക്ഷന് മുൻപ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഇനി ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകരുത്. അപ്പൊ ഇനി ആ രീതിയിലേക്കുള്ള ഒരു നരേറ്റീവ് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവരെയും നിങ്ങൾക്ക് മണ്ടന്മാരാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ വിഷം കുത്തിവെച്ച് കൊണ്ടുപോകുന്ന ആ രീതിയും കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഇനി അടുത്ത കുറച്ച് ദിവസത്തേക്ക് ശ്രീ അഭിലാഷ്, കൊല്ലത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും ജനാധിപത്യവും അവരുടെ മതേതരത്വവും പ്രബുദ്ധത്തെയൊക്കെ ചിലപ്പോൾ കുറച്ച് താഴ്ന്നു വരുന്നു എന്നൊക്കെ ഉള്ള ചില സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ കാരണം എന്താ, അവിടെ BJP ജയിച്ചു. BJP എങ്ങനെ ജയിക്കാൻ പറ്റും എന്നുള്ളതാണ്. BJPക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നരേറ്റീവ് ഉണ്ടായിരുന്നല്ലോ, അതിനെ മറിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തും കൊല്ലത്തും ജയിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് ഇനിയിപ്പോ പ്രബുദ്ധത കുറഞ്ഞൊക്കെ വരും എന്നുള്ള രീതിയിലേക്ക് മാറും. അതുകൊണ്ട് BJP ഹാസ് അറൈവ്ഡ്, അതിനകത്ത് യാതൊരു സംശയമില്ല. ആ BJP 3 സീറ്റ് വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രസൻസ് തന്നെ ആയിരിക്കും. ഇനി വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളിലും മുൻകൈ എടുത്ത് മുന്നോട്ട് തന്നെ പോകും. അതിനകത്ത് ഒരു സംശയമാണ്. അതിനകത്ത് നേരത്തെ അങ്ങ് ഈ ചർച്ചയിൽ തുടങ്ങിയ സമയത്ത് 2011 ഞങ്ങൾക്ക് ബംഗാളിൽ 0 വോട്ട് സീറ്റ്സ് ആയിരുന്നു. 2016 3 സീറ്റായി മാറി. 2016 3 സീറ്റാണെങ്കിൽ ഇന്ന് 200-ൽ പരം സീറ്റുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഏറ്റവും വലിയ ദുഃഖം മാത്രമേ ഉള്ളതെന്ന് വെച്ചാൽ, അവിടെ കോൺഗ്രസിന് 2 സീറ്റ് കിട്ടി, CPM-ന് 1 സീറ്റ് കിട്ടി. അത് മാത്രമേ ഞങ്ങൾക്ക് ദുഃഖമായിട്ടുള്ളൂ. ഞങ്ങൾക്ക് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതേ കാര്യം തന്നെയാണല്ലോ അവർ ഇങ്ങോട്ട് പറയുന്നത്, BJPക്ക് ഇവിടെ കിട്ടിയെന്ന്. അപ്പൊ അത് തിരിച്ച് മറിച്ച് ഞങ്ങൾക്ക് ബംഗാളിൽ CPM-നും BJPക്ക് CPM-നും കോൺഗ്രസിന് 1-2 സീറ്റ് കിട്ടുന്നത് ഞങ്ങൾക്ക് ദുഃഖമായിട്ടാണ് കാണുന്നത്. അപ്പൊ അവിടെ 0-0 നിന്നിരുന്ന ഒരു പാർട്ടീസാണ് അവര്. അപ്പൊ ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് അവർ മനസ്സിലാക്കുക. ആസാമിൽ എന്താണ് സ്ഥിതി? ആസാമിൽ വീണ്ടും ഞങ്ങൾക്ക് കിട്ടിയതിന്റെ സീറ്റുകൾ ഉയർത്തിക്കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. DMK-മായിട്ട് സഖ്യം പിടിച്ച് കോൺഗ്രസ് ഇന്ന് തമിഴ്നാട്ടിൽ എന്താണ് അവസ്ഥ? അപ്പൊ ഇതൊന്നും ആത്മപരിശോധന ചെയ്യാതെ നിങ്ങൾ BJP വന്നു എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യവും പറഞ്ഞിട്ട് കാര്യമില്ല. 22 സംസ്ഥാനത്ത് ഇന്ന് ഇന്ത്യയിൽ NDA ആണ് ഭരിക്കുന്നത്. അതിനകത്ത് 17 എണ്ണത്തിൽ BJP ആണ് മുഖ്യമന്ത്രി ഉള്ളത്. അപ്പൊ അത് മനസ്സിലാക്കുക. ഇന്ന് ഒരൊറ്റ എണ്ണത്തിൽ പോലും ഇനി CPM-ന്റെ ഒരു മുഖ്യമന്ത്രി ഇല്ല. 57 EMS-ന്റെ സർക്കാർ ഇന്ന് എത്ര ശക്തിശാലിയായിട്ടാണ് അവർ മുന്നോട്ട് വെക്കേണ്ടത്? ഇന്ന് ഏതെങ്കിലും സ്ഥലത്തുണ്ടോ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് അവർക്കില്ലല്ലോ. അപ്പൊ ഇതേപോലെ കാര്യങ്ങൾ വരുന്നെങ്കിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യുക. കാരണം ആളുകൾ കഴുതയല്ല,
ജനങ്ങൾ കഴുതയല്ല, ജനങ്ങൾക്ക് നിങ്ങൾ എല്ലാം കൊണ്ട് കൊടുത്തു, അതുകൊണ്ട് അവരിനി ഞങ്ങളെല്ലാം വോട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് ഇവരെല്ലാം ഒരു ശരി. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒറ്റ വാക്കും കൂടെ പറഞ്ഞു നിർത്താം. ഒരു സെക്കൻഡ് ശ്രീ അഭിലാഷ് പറഞ്ഞോളൂ. അല്ല, അതായത് ഈ ഒരു മതപ്രീരണം ചെയ്യുന്ന യഥാർത്ഥത്തിൽ ചെയ്യുന്ന ആളുകളാണ്. ഇപ്പൊ ഞാൻ ഒറ്റ ഇതേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ ശ്രീ ജിൻറ്റോ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് പറഞ്ഞില്ല എന്ന്. ശ്രീ ജിൻറ്റോ അങ്ങയുടെ തന്നെ ശ്രീ വി ഡി സതീശനാണ് വെളുപ്പിച്ച് രാഷ്ട്രവാദം കൊണ്ടുവരുന്നില്ല, അവരും ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഇല്ലെന്ന്. ജമാഅത്ത് തന്നെ പറഞ്ഞു ഞങ്ങൾ അങ്ങനാണെന്ന്. മറ്റ് മുസ്ലിം സംഘടനകൾ പറയുന്നു അത് ശരിയല്ല എന്ന്. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ചെയ്തത് എന്തുകൊണ്ടാണ്? വ്യക്തമായിട്ട് നിങ്ങൾക്ക് രാഷ്ട്രീയ ഇതുകൊണ്ടാണ്. ആ മതപ്രീരണവും ഈ ഒരു ആന്റി കമ്മ്യൂണിസ്റ്റ് ആന്റി പിണറായി വോട്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കൊണ്ട് മാത്രമല്ല ജയം എന്നും കൂടെ ഞാനിത് പറയാൻ ഈ ഒരു കാര്യത്തിൽ ആഗ്രഹിക്കുകയാണ്.